ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നേക്ക് മുരിങ്ങയില കറി എങ്ങനെ വയ്ക്കാമെന്നുള്ളതിന് നോക്കാട്ടോളാം. അപ്പോൾ ഞാൻ മുരിങ്ങ വലിച്ചു ഊരിക്കൊണ്ടിരിക്കുകയാണ്. മുരിങ്ങ നല്ലപോലെ ഇങ്ങനെ കോഞ്ഞിൽ പറയില്ലേ, ആ നാരൊന്നുമില്ലാതെ കറക്റ്റ് ഇല മാത്രം എടുത്തിട്ട് നല്ലപോലെ ഊരിയെടുക്കുക വൃത്തിയായിട്ട്. ഊരി അടുത്ത് കുക്കറിൽ പരിപ്പ് കുറച്ചെടുത്ത് വേവാൻ വയ്ക്കും. ഒരു 3 വിസിൽ വരുന്നവരെ പരിപ്പ് വെന്തു. പിന്നെ തേങ്ങ എടുത്തിട്ട് അതിൽ കുരുമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതിട്ട് നല്ലപോലെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. മിക്സിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ചെറിയ ഉള്ളി അരച്ചെടുത്ത ശേഷം അതിനെ ഈ പരിപ്പ് വേവിച്ചതിൽ കൊണ്ട് ഒഴിക്കുക. കുക്കർ തുറന്ന് വിസിലാറിയ ശേഷം തേങ്ങ ഒഴിക്കുക. ഈ അരച്ച തേങ്ങ അതിലൊഴിച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി കുറച്ചിടണം. അതിൽ ഒരു 1 സ്പൂൺ മതി, അത്രയേ ഉള്ളൂ, ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് അവസാനം കുറച്ച് മല്ലിപ്പൊടി മതി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് തിളപ്പിക്കണം. ഇത് ഇളക്കി നല്ലപോലെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര ആവശ്യമാണോ അത്രയും ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ നമുക്കതിന് ഇളക്കിയിട്ട് ഫ്ലെയിം ഹൈയിൽ വെച്ചോളൂ. തിളയ്ക്കണ്ടേ, ഹൈയിൽ വെച്ച് നല്ലപോലെ തിളപ്പിക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് കലങ്ങട്ടെ. നല്ലപോലെ തിളയ്ക്കണം. നല്ല തിളച്ച ശേഷം അതിൽ ഊരി വെച്ചിരുന്ന ഈ മുരിങ്ങയില അതിലേക്ക് ഇടുക. അങ്ങനെ കുറച്ച് ലെയറായിട്ട് ഇടുക. ഫ്രഷ് മുരിങ്ങയില ഉണ്ടാ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല കായ വരാത്ത മുരിങ്ങയുണ്ട്. കായ വരാത്ത മുരിങ്ങയിലുണ്ട്. അതാരും കുറച്ച് ടേസ്റ്റ്. കായ് വരുന്ന മുരിങ്ങയിൽ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും. മുരിങ്ങയിലിട്ട് നമുക്ക് വൃത്തിയായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുരിങ്ങയുടെ എല്ലാവിടേക്കും ചാറ് പിടിക്കുന്ന ലെവലിൽ നല്ലപോലെ ഒന്ന് വൃത്തി ഇളക്കി കൊടുക്കുക. ഇളക്കി വെന്തതിന് ശേഷം അതിൽ ചെറിയ ഉള്ളി കുറച്ച് ചതച്ചിടുക. എന്നിട്ട് അതിന് മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മളുടെ മുരിങ്ങ ഇലക്കറി ഓക്കെ ആയി. ചൂടുള്ള ചോറിൽ ഇത് മേലെ ഒഴിച്ചിട്ടില്ലേ, കഴിച്ച വായി ഇപ്പം ടേസ്റ്റ്.